ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഭാഗ്യസമയം എങ്ങനെയാണ്, എന്തൊക്കെ ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. ആ സമയം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് വാട്ടർ ആണ്. അതായത് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ കുറെ ഒക്കെ ദൈവ വിചാരം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ കുറെ കൂടുതലായിട്ട് നിങ്ങൾ പഴയതിനെ അപേക്ഷിച്ച് ഇപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തിന് നിങ്ങൾക്കിവിടെ റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, അത് എന്നിലേക്ക് വന്നു ചേരണം, അതെനിക്ക് സാധ്യമാക്കി കിട്ടണം, അല്ലെങ്കിൽ അതെനിക്ക് സാധ്യമാകണം, നേടാൻ കഴിയണം എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എന്താണോ നിങ്ങൾക്ക് പ്രധാനമായത് അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തായിട്ട് വന്നിരിക്കുന്ന റിലീസാണ്. കണ്ടില്ലേ, നിങ്ങളിൽ നിന്ന് ഇപ്പോൾ എന്തൊക്കെയോ നിങ്ങൾക്ക് അവസാനിക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില മോശകരമായ കാര്യങ്ങളാവാം, മോശകരമായ സാഹചര്യങ്ങളാവാം, നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നിയിട്ടുള്ള ചില മോശ സാഹചര്യങ്ങളാവാം. അതല്ല എങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നിങ്ങളിൽ നിന്ന് ഇവിടെ എൻഡ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ നല്ല എനർജിയാണ്. ആവശ്യമില്ലാത്തത് നമുക്ക് എൻഡ് ആവുന്നത് തന്നെയാണ് നല്ലത്. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വരണമെന്നാണ് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ചില കാര്യങ്ങൾ ഇവിടെ എൻഡ് ആവുന്നു, ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പുതിയതായിട്ട് വരാൻ തുടങ്ങുന്നു, നിങ്ങൾക്ക് ചില പുതിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീഡം കിട്ടും. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിന്ന്, നിങ്ങളിൽ നിന്നും ചില ദുഷ്ടശക്തികൾ പോകുമ്പോൾ, ചില ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില നെഗറ്റീവ് എനർജീസ് നിങ്ങളിൽ നിന്നും വിട്ട് മാറിപ്പോകുമ്പോൾ തന്നെയും എന്താണ്, നിങ്ങൾക്ക് അവിടെ ഫ്രീഡം കിട്ടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പൊ ഈ ഒരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥ നല്ല നല്ല മാറ്റങ്ങളിലേക്ക് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം അടുത്തായിട്ട് എന്താണ് വരാൻ പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 3 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുന്നത് 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. 3 ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കുറെ കാലം കൊണ്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചില നിസ്സാര കാര്യങ്ങൾ പോലും നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ടാവാം. മറക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചാലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മറക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം, ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ മുറിപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവാം. നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്ത വിധം, മറക്കാൻ ശ്രമിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അത് സാധ്യമാകാത്ത വിധത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ തറഞ്ഞു കിടക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ അവിടെ നിങ്ങൾ ഒരുപാട് കരഞ്ഞ് നിങ്ങളുടെ കണ്ണുനീർ കളഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അതിന് നിങ്ങൾ കണ്ണുനീർ കളഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു മോചനം വരുന്നതാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങളോടൊപ്പമുണ്ട്. അത് നിങ്ങളിൽ നിന്നും പാടെ വിട്ടുപോകാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹീലിങ്ങിന്റെ ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് യൂണിവേഴ്സിനോട് ഫർഗിവ്നെസ് ചെയ്താൽ തന്നെ നിങ്ങൾക്കിത്
മുന്നോട്ട് വരാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മുന്നോട്ട് നിങ്ങൾക്ക് ഇതിനെ ഒത്തിരി ഒത്തിരി സന്തോഷത്തിലൂടെ ഈ ഒരു അവസ്ഥയെ കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് കളയാൻ സാധിക്കുന്നു. അങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? ഒത്തിരി ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 5 ഓഫ് ഫയർ ആണ് കാണുന്നത്. 5 ഓഫ് വാൺസിന്റെ എനർജി. 5 ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശത്രുക്കൾ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ, അല്ലേ? അപ്പോൾ തന്നെയുമല്ല, ഇവിടെ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷയ്ക്ക് എനിക്ക് മുൻപേ വരണം, എനിക്ക് മുന്നിലാവണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടോ? അതുമല്ല, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? അവിടെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വിജയം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ തന്നെയാണ് ഈ മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതൊരു മത്സരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചോ, അല്ലെങ്കിൽ ചിലപ്പോൾ വാക്കുതർക്കങ്ങളിലാവാം. എവിടെയായാലും നിങ്ങൾക്കൊരു വാക്കുതർക്കം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളായിരിക്കും ജയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ആര് നിങ്ങളോട് മത്സരിക്കാൻ വന്നാലും അവിടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കഴിയുന്നത്. അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വൺസ് ഫയർ സൈൻ ആണ് ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. ഇവിടെ സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. നമുക്ക് അടുത്തതായിട്ട് കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, വാക്കുകൾ പ്രവർത്തികളൊക്കെയും പ്രയത്നത്തിലായിട്ട് അതിനെ ഫലവത്താക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. വെറുതെ പറയുന്നതല്ല ചില വാക്കുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥിരതയിലേക്ക് വരാൻ സാധിക്കുന്നു. ഈ ഒരു സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും പ്രാവർത്തികമാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് നേടാൻ സാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നിങ്ങൾ പരിശ്രമിച്ചത് കൊണ്ട് തന്നെ, നിങ്ങളുടെ പരിശ്രമം കൊണ്ട് തന്നെ കുറേ അധികം അറിവ് നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. കിങ് ഓഫ് സോഡല്ലേ ഇവിടെ. സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? തീർച്ചയായിട്ടും ഇവിടെ ബുദ്ധിയുടെ പ്രതീകമാണ് സോഡ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ സമൂഹത്തിൽ ഒരു വലിയ നിലയിലെത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലെ? അവിടെ സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ അറിവ് കൊണ്ടും ബഹുമാനം കൊണ്ടും മറ്റുള്ളവർ നിങ്ങളെ ഒത്തിരി ഒത്തിരി സേവിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ. ഒരുപാട് അറിവ് നേടാൻ സാധിക്കുന്നു. ബുദ്ധി കൊണ്ട് തന്നെയാണ് ഈ അറിവ് നിങ്ങൾ നേടിയിരിക്കുന്നത്, ബുദ്ധി കൊണ്ടാണെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിപ്പിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നല്ല സ്ഥാനത്തേക്ക് മാറാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നല്ലൊരു പദവി കൈവരാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചാരിയറ്റാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനാണോ നിങ്ങളിപ്പോൾ പോയത്, നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ കഴിയുന്നു. എന്തുകൊണ്ട് റിലാക്സ് ചെയ്യാൻ കഴിയുന്നു? നിങ്ങൾ നേരത്തെ തന്നെ പ്രയത്നിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിൽ പവർ ആണ്, മെന്റൽ സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിരിക്കുന്നു. കാരണം ദൈവാനുഗ്രഹമാണ് ഇതിനൊക്കെ അടിസ്ഥാന കാരണമായിട്ടുള്ളത് എന്ന് നിങ്ങളിപ്പോൾ തിരിച്ചറിയുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ യാത്ര പോകണമോ അവിടെ എന്ത് ലക്ഷ്യം കാണാൻ വേണ്ടിയാണോ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ലക്ഷ്യം നേടാൻ വേണ്ടിയാണോ, ജീവിതത്തിൽ ഏതെങ്കിലും വലിയ വലിയ ചില വിജയങ്ങൾ നേടാൻ വേണ്ടിയായിരിക്കും നിങ്ങളുടെ ചില യാത്രകൾ. അതുമല്ല എങ്കിൽ നിങ്ങളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയാവണം, മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിട്ടുള്ളത് ദൈവികമായ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്കത് സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ വിൽ പവറാണ് നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത്, അല്ലാതെ പേടിച്ച് ഭയന്ന് ഇരുന്നിട്ടുള്ള ഒരു വികാരമല്ല ഇവിടെ അത്യാവശ്യമായിട്ടും വേണ്ടത് എന്നാണ് ഇവിടെ കഴിയുന്നത്. കാരണങ്ങളെ ഒക്കെയും തിരിച്ചറിയാനുള്ള കാരണങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാവണം, അല്ലെ? ഏതു കാര്യവും നിങ്ങൾക്ക് ഒരു കാരണത്തിൽ അവസാനിപ്പിക്കുന്നതാണ്.
മനസ്സിലായോ? അപ്പൊ എന്തെങ്കിലും നിങ്ങളൊന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ആ ഒരു കാരണത്തെ സഫലമാക്കുന്നതിനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിക്ടറിയും സക്സസ്സും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമായിരിക്കുന്നു. അത് നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും എന്നാണ് കാണുന്നത്. നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടുണ്ടോ അതിലൊക്കെ നിങ്ങൾക്ക് വിജയം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വിജയം നേടാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ്. വന്നിട്ടുണ്ട്. മൂന്ന് കാർഡ്സ് കയ്യിൽ വന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇവിടെ സൈൻ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. സക്സസും റെക്കഗ്നേഷനുമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാനുള്ളത്. കാരണം നിങ്ങൾ ഒരുപാട് കഴിവുള്ളവരാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ നിങ്ങളെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രശംസിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രയത്നിച്ച് മുന്നോട്ട് വന്നിരുന്ന ചില കാര്യങ്ങൾക്ക് സർവ്വ കാര്യങ്ങളിലും നിങ്ങൾക്കിപ്പോൾ വിജയം നേടാൻ സാധിക്കുന്നു. 6 ഓഫ് വാൻസിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? സർവ്വകാര്യ വിജയമാണ്. എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് അവിടെ വിജയം നേടാൻ കഴിയുന്നു. അതുമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒന്നാമത്തെ സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. അതുമല്ല, മറ്റുള്ളവരുടെ മുൻപിൽ തന്നെ ഏറ്റവും ഒന്നാമതായി അല്ലെങ്കിൽ ഒരു ജേതാവായി നിങ്ങളെ അഭിനന്ദിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ മുൻപന്തിയിലെത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒന്നാമതായി നിങ്ങൾക്ക് ജയിച്ചു വരാൻ സാധിക്കുന്നു. പല പരീക്ഷകളിലും അല്ലെങ്കിൽ പല കോമ്പറ്റീഷനുകളിലും പല മത്സരങ്ങളുണ്ടല്ലോ, എല്ലാ മത്സരങ്ങളിലും നിങ്ങൾക്ക് ഒന്നാമതായി എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന എനർജിയും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പ്രോസ്പെറിറ്റി, സെക്യൂരിറ്റി, ട്രഡീഷൻ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 8 ഓഫ് സോഡിന്റെ എനർജിയാണ്. 8 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു കെട്ടുപാടിലാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ സ്വയം അത് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ സ്വയം ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഒരു ബന്ധനത്തിലാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ബന്ധനം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ബന്ധനമാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് വഴിയുണ്ട്, രക്ഷപ്പെടാൻ വഴിയുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിന്റെ ഭീരുത്വം കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല. കാരണം ഞാനിവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, എപ്പോഴും ഇങ്ങനെ ചിന്തയാണ്. പക്ഷെ അതിനൊട്ട് ശ്രമിക്കുന്നുമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക, ചിലപ്പോൾ റിലേഷൻഷിപ്പിലാവാം, അത് അല്ല ബിസിനസ് സംബന്ധപരമായ കാര്യത്തിലാവാം, അല്ലെങ്കിൽ ഫാമിലിയിലാവാം, ഫാമിലി മുഴുവനും ഉള്ള കാര്യങ്ങളൊക്കെ ആവാം, സമൂഹത്തിൽ. അങ്ങനെ എവിടെയായാലും നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, എനിക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല, സ്വയം ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വയം ഭീരുവാകുന്ന എനർജിയാണിത്. അങ്ങനെ സ്വയം ഭീരുവാകരുത്, നിങ്ങൾ തനിയെ വരുത്തി വെക്കുന്നതാണ്. ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ, മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാതെ മറ്റുള്ളവർ പെടുത്തിയതാവാം നിങ്ങളെ ഇങ്ങനെ ഒരു ബന്ധനത്തിൽ, അങ്ങനെയും ആവാം. പക്ഷെ ഇവിടെ നിന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ. അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്ന എനർജിയാണിത്. നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് വലിയ വലിയ ഭവിഷ്യത്തുകളാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ഇവിടെ സഹിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ഇത്രമാത്രം സാക്രിഫൈസ് ചെയ്ത് നിങ്ങളൊരു ബന്ധനത്തിൽ കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മനസ്സിലായി? ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു വരാൻ പറ്റും. നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനമെടുത്താൽ മാത്രം മതി. അങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് നിങ്ങൾക്കിവിടെ മുന്നോട്ട് വരാൻ കഴിയണം. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ കഴിയും. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ, ശ്രമിക്കാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രമഫലം നിങ്ങൾക്ക് വിജയം തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നു, നിങ്ങൾക്കത് വിജയം നേടിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, പ്രോസ്പെറിറ്റി, സെക്യൂരിറ്റി, ട്രഡീഷൻ. ഇവിടെ പ്രോസ്പെറിറ്റി നിങ്ങളിലേക്ക് കൂടുതലായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ഒരു കാർഡ് എടുത്തതാണ്, ഞാൻ അതിന്റെ കൂടെ വന്നതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു എനർജി. 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ്? നിറഞ്ഞ സാമ്പത്തികത്തിൻ്റെതായ എനർജി നല്ല രീതിയിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി കണ്ടില്ല, നിങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നു മറ്റുള്ള ആൾക്കാർ.
സാമ്പത്തികം വരുമ്പോൾ എന്താണ്, ഒരുപാട് എനർജീസ് നിങ്ങളിലേക്ക് കൂടിച്ചേരും. അത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ്, നിങ്ങളും ആകെപ്പാടെ പോസിറ്റീവായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഒരുപാട് ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്ന സമയമാണ്. ഇത് ഭാഗ്യത്തിന്റെ ചക്രം ഇപ്പോൾ നിങ്ങൾക്ക് മാറി മറിയുന്നു. അത് നിങ്ങൾക്ക് നേരെയായിട്ട്, നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് തിരിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ജേതാവാകാൻ കഴിയുന്നു, സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നു. ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണ്, ഇവിടെ 5 ഓഫ് എർത്ത് എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നതാണ് 5 ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ 5 ഓഫ് പെൻഡക്കിൾസ്. പെൻഡക്കിളിന്റെ എനർജിയിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നതാണ് എന്നാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടോ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ, അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് എന്താണ് ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്, നമുക്ക് ഒറക്കൽ കാർഡ്സ് കൂടി നോക്കാവേ. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് ആണ്. കണ്ടില്ലേ, ആഗ്രഹ സഫലീകരണം. ഇത്രമാത്രം നല്ല എനർജി വേറെ എവിടെയുണ്ട്? ഇല്ല, ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും, നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകും. കണ്ടില്ലേ, ഇവിടെ പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് കൂടെ ചേരാൻ, നിങ്ങളുടെ വിഷമഘട്ടത്തിൽ നിങ്ങളോട് കൂടെ ചേരാനായിട്ട് നിങ്ങളുടെ സോൾമേറ്റ് വരുന്നുണ്ട്. അവരുമായിട്ട് കൂടെ ചേർന്ന് നല്ല ഒരു പാർട്ണർഷിപ്പിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷകരമായ അവസ്ഥ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനി ഏത് കാര്യത്തിലായാലും, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണോ, അതല്ല നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലാണോ, ഇവിടെ നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ വരുന്നുണ്ട്. അവർ നിങ്ങളോടൊപ്പം എല്ലാ കാലവും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. കൈകൾ കോർത്ത് പിടിച്ച് ഇവിടെ നല്ലൊരു പ്രോമിസ് ചെയ്തിട്ടാണ് മുന്നോട്ട് ഈ ഒരു ലൈഫിലേക്ക് കടക്കുന്നത്. അത് ഏതൊരു തരത്തിലായാലും, മനസ്സിലായോ, ഏതൊരു ഫീൽഡിലായാലും അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ല, ആഗ്രഹങ്ങൾ സഫലമാകുന്നു. ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സഫലമായി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ വന്നിട്ടുള്ള കാർഡ്സ് നോക്കാം. ഇവിടെ കണ്ടില്ലേ, നിങ്ങളോട് അപ്പോൾ ഇത്തരത്തിലുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും. അത് വളരെയധികം സൂക്ഷിക്കണം, മനസ്സിലായോ? അപ്പോൾ ശത്രുക്കൾ ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾ വരുന്ന വിജയങ്ങളെക്കുറിച്ച് ഉറക്കെ പറയാൻ പാടില്ല, മറ്റുള്ളവരോട് അതിൽ പറഞ്ഞു നടന്ന് ഘോഷിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർ കാര്യം നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്നവരാണ്, അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അത് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങളുടെ അസൂയാവഹമായ വളർച്ച കണ്ടിട്ട്, നിങ്ങൾക്ക് ഇന്നലെ വരെ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലായിരുന്നു, വളരെ ഒരു പരാജയമായിരുന്ന നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങൾ ഒരു ഉയർച്ചയിലേക്ക് വരുന്നത് കാണുമ്പോൾ നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് പെട്ടെന്നാണല്ലോ ഇവനങ്ങ് വളർന്നു പോയത് അല്ലെങ്കിൽ ഇവളങ്ങ് വളർന്നു പോയത് എന്ന് മറ്റുള്ളവരുടെ ഒരു നെഗറ്റീവ് ദൃഷ്ടി നിങ്ങളിലേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഏത് കാര്യത്തിന് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു വളർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ, അതിൽ നിങ്ങൾ സ്വയം സഹിക്കുക, അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെയോ റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ് ഇന്നത്തെ ദിവസം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്ന എനർജി, അല്ലെങ്കിൽ വീട്, വിവാഹം, കുഞ്ഞിന്റെ ജനനം, വീടിന്റെ പാല് കാച്ചൽ, വാഹനം വാങ്ങിക്കുന്നത് ഒക്കെ ഒരുപാട് കാര്യങ്ങളിൽ, ചിലപ്പോൾ വിൽക്കാനുള്ള വസ്തുക്കൾ വിറ്റ് കിട്ടുന്നത്, അതിലൊക്കെ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ്. മറ്റുള്ളവരോട് ചേർന്ന്, വീട്ടുകാരോടൊപ്പം ചേർന്ന്, അതുമല്ല കൂട്ടുകാരോട് ചേർന്നുള്ള സന്തോഷം, പാർട്ട്ണറോട് ചേർന്നുള്ള സന്തോഷം, ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആഘോഷത്തിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണെന്ന് കാണുന്നുണ്ട്. കാരണം ഈ ഒരു സമയം നിങ്ങളിലേക്ക് വളരെ നല്ല എനർജിയാണ് വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, പാഷൻ ഇഗ്നേറ്റഡ് ആണ്, 1 ആണ് നമ്പർ.
ജീവിതത്തിൽ തുടക്കം വരുന്നുണ്ട്. ആവേശത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ. കണ്ടില്ലേ? സ്നേഹം ഒരുപാട് പേരുടെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും കറകളഞ്ഞ്. എങ്ങനെയാണ്? കളങ്കമില്ലാതെ സ്നേഹിക്കണം. മറ്റുള്ളവർ നിങ്ങളിലേക്കും സ്നേഹം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് ഒരു ആവേശമായിട്ട് ആളിക്കത്തുകയാണ്. കാരണം ഇപ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജേതാവാകാൻ കഴിയുന്നു, ജേതാവായി മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് നിലനിൽക്കുന്നത്. അത് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാം. എന്താണ് ഈ സമയത്ത് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ഹെൽപ്പ്, എന്തിനെങ്കിലും നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുക എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഇവിടെ കാണിച്ചിരിക്കുന്ന 2 ഫിഷിനെയാണ് കാണിച്ചിരിക്കുന്നത്, 2 മത്സ്യങ്ങളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 ഓഫ് കപ്സിന്റെ എനർജി വരുന്നുണ്ട് ഇവിടെ. ഒരു കോംപ്രമൈസ് ചെയ്തു പോകുന്ന എനർജി ഉണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ തന്നെ കോംപ്രമൈസ് ചെയ്തു പോകണമെങ്കിൽ തന്നെ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നടത്തണം. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ചേർന്ന ഒരു കാര്യത്തിലേക്ക് പോകണോ, ചില ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലേക്ക് പോകണോ, റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണോ, അവിടെ സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണോ എങ്കിൽ എന്താണ് അത്യാവശ്യമായിട്ടുള്ളത്, ആശയവിനിമയം ക്ലിയർ ആയിട്ട് നടത്തൂ എന്നുള്ള. ഒരാളിന്റെ മനസ്സിൽ എന്തെങ്കിലും എനർജി ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളിന് അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? അല്ല എങ്കിൽ അവരത് എന്നെ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നു, എന്നോട് മറച്ചു വെച്ച് സംസാരിക്കുന്നു എന്നൊക്കെയുള്ള തോന്നൽ അപ്പുറത്തുള്ള ആളിന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവിടെ എന്താണ്, പരാജയമാണ് ഉണ്ടാകുന്നത് അല്ലെ? അവിടെ സംശയത്തിന്റെ അവിടെ ഒരു സംശയം ഉണ്ടാകും അല്ലെ? ആ സംശയത്തിന്റെ നിഴലിലാവും നിങ്ങളുടെ ജീവിതം പിന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ സംശയം ഉണ്ടാവാതെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ സംസാരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ 2 പേർ തമ്മിൽ നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ ഇവിടെ നിങ്ങളിലേക്ക് വന്നു ചേരും. അങ്ങനെ നിങ്ങൾ 2 പേരും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ സംസാരിക്കുക. നേരത്തെ തന്നെ അങ്ങനെയുള്ള പ്രശ്നത്തിൽ നിങ്ങൾ ഇവിടെ പിരിഞ്ഞിട്ടുള്ളവരായിരിക്കണം. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇനി ഒന്നിച്ച് ചേരുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കണം. അങ്ങനെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് പരസ്പരം വിട്ടു തുറന്ന് പറഞ്ഞ്, മനസ്സിലായ? അപ്പൊ അങ്ങനെ വരികയാണ് ചെയ്യേണ്ടത്. അതിനെ പരിഹരിച്ച് മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എല്ലാ കാര്യങ്ങളും സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും, എല്ലാം സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കൂ. കാരണം നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാവും. കാരണം നിങ്ങൾ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നു, നിങ്ങൾ ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സ്പിരിച്വലായിട്ട് മുന്നോട്ട് കുറച്ചുകൂടി വന്നിട്ടുണ്ട്, ആത്മീയപരമായ ഉണർവിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ആ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇൻറ്റ്യൂഷനിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ പോയാൽ തന്നെ എന്താണ്, നിങ്ങൾക്ക് മനസമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കും. ഇനി പോകേണ്ട വഴി എന്താണെന്ന് ക്ലിയർ ആയിട്ട് തെളിഞ്ഞു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലോ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാകാനുണ്ട്. ഇവിടെ ഒരുപാട് ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. നിങ്ങളുടെ വഴി ഇവിടെ ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്നു. കാരണം നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? സത്യത്തിന്റെ പാതയിലേക്കാണ് പോകുന്നത്. അതായത് ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? സ്വർണ്ണ ഗോപുരമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ ധാരാളമായി അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു, സമൃദ്ധിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു, ഐശ്വര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു. അതിനുള്ള വഴി നിങ്ങളുടെ മുൻപിൽ തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, അടുത്ത കുറച്ച് മാസങ്ങൾക്കകം തന്നെ
ഒരുപാട് കാലം വേണ്ട, കുറച്ച് മാസങ്ങൾക്കകം തന്നെയും നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും, സമൃദ്ധി വന്നു ചേരും എന്നുള്ളതാണ്. അത് ഏതൊരു കാര്യത്തിൻ്റെതായാലും സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും പോസിറ്റീവ് എനർജി ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതനുസരിച്ച് നിങ്ങളുടേതായ കാര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ പറയാനുള്ളത് അത് നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, ഫൊർഗീവ്നെസ് പറയണം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്ന, ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെയും ബൈ.